പ്രപഞ്ചത്തിന് താളമുണ്ട്. പ്രപഞ്ചത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ഭ്രമണപഥത്തിലാണ് സൂര്യൻ ചന്ദ്രഗോളങ്ങളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ബിഗിനിങ് ഉണ്ട്, അതിനൊരു എൻഡ് ഉണ്ട്, അതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഇനി അതിനൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. കുല്ലു ഷൈഇൻ ഇൻദഹു, എല്ലാം അല്ലാഹുവിൻ്റെ അടുത്തിൽ അജൽ, ഒരു കൃത്യമായ സമയത്തേക്ക് നേരത്തേക്ക് മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ അല്ലാഹുവേ ഫഖിനാ അദാബന്നാർ, നിനക്ക് വഴിപ്പെടാതെ സൃഷ്ടാവായ നിന്നെ തിരിച്ചറിയാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് ഇത് അധ്വാനിക്കാനും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ഭോഗിക്കാനുമുള്ള ഒരു ജീവിതം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കാതെ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നാളെ വിചാരണയുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനെ വെറുതെയാണോ അല്ലാഹു പടച്ചത്? എല്ലാ കർമ്മങ്ങളും ചെയ്ത് മരണം കൊണ്ട് എല്ലാം അവസാനിക്കുകയാണെങ്കിൽ എന്തിനു വന്നു ഈ ജീവിതത്തിലേക്ക്? എന്തിനു വന്നു നമ്മളിവിടെ? മനുഷ്യൻ ലക്ഷ്യത്തിന് ജീവിക്കുന്നവനാണ്, ഈ ആലോചനയിൽ ജീവിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. അവർക്ക് പാഠങ്ങളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാതെ പോകുന്നവർക്ക് ശിക്ഷയുണ്ട് എന്ന് ബിലാലെ അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഇബാദത്തിൽ നമുക്ക് ആരംഭിക്കുകയാണ്. ബദർ യുദ്ധം നടക്കുന്നു. അതിനിടയ്ക്ക് നമ്മളെ സംഭാവന വരുന്നുണ്ട്. സ്വതക്ക ചെയ്യാൻ റമദാൻ്റെ പകലാണ്. മഹാനായ സയ്യിദ് സഫ്വാൻ തങ്ങൾ, മഹാനായ ശൈഖുനാ തോഖ ഉസ്താദ്, പിന്നെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇവരൊക്കെയുള്ളൊരു സദസ്സിൽ ഒരുപാട് മുഅ്മിനാത്തുകൾ നമ്മൾ ദുആ ചെയ്യും. ഈ ഓഫർ ഞാൻ നാളെ ഉണ്ടോ എന്ന് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റൂല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ നാളെ ജീവിച്ചിരിപ്പുണ്ടാവും. നാളെ പരിപാടി ഇൻഷാ അല്ലാഹ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഖാസിം ഉസ്താദല്ലേ നാളെ? റഹ്മത്തുള്ള ഖാസിം ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഗഫൂർ ഉസ്താദ് കീച്ചേരി അവരുടെ ക്ലാസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ നാളെ നമുക്ക് വരാൻ പറ്റുമോയെന്നറിയോ? ഇല്ല. 2000 റുപ്യേൻ്റെ നോട്ടൊക്കെ ഉള്ളവർ അതന്നെ ഇട്ടോളേ. അത് അപ്പി നോക്കി ഉണ്ടോയെന്ന് നിങ്ങളെ ചിലവ് വെച്ച് ബാക്കിട്ടോ, അത് കൊടുത്തിട്ട് കടായി പോകണ്ട ഇൻഷാ അല്ലാഹ്. എൻ്റെ ഒരു അവിടെ കൊടുക്കും ഇൻഷാ അല്ലാഹ്. 2000 റുപ്യ എല്ലാവരും കൊടുത്താൽ തീരും. എന്ത് ചെയ്യും? നമ്മുടെ ചിലവൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. സഹചാരിയുടെ SKSF-ൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഒരു സഹായം ചെയ്തു കൊടുക്കണം. ഇവരൊക്കെ കുട്ടികളും മക്കളുമല്ലോ. താജുദ്ദീൻ ദാരിമി, അദ്ദേഹത്തിൻ്റെ ഹാലപ്പ് മൂപ്പർക്ക് തന്നെ അറിയുള്ളൂ. കാരണം അവരൊന്നും വലിയ ബിസിനസ് ചെയ്തിട്ടല്ല ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. ഇതൊക്കെ ഉമ്മത്തിന് അള്ളാഹു ഇതിൻ്റെ പ്രവർത്തനത്തിനെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അവർക്ക് തോന്നുക ഞാൻ എൻ്റെ കുട്ടികളെയും കണ്ടിരുന്നത്, എനിക്ക് തോന്നുകയാണ് എന്തിനാ റബ്ബ് ഞാൻ യാത്ര ചെയ്തിട്ട് ഇടങ്ങാറായി പോയി തിരിച്ചു വരുന്നത്? തലവേദനയും ചെവിക്കുത്തും മൂക്ക് വേദനയും തലവേദനയും ഓർക്കൊഴിക്കലും, എനിക്ക് എൻ്റെ കുട്ടികളെ ഇരുന്നാൽ പോരെ എന്ന് ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ അള്ളാഹു മറിച്ച് ചിന്തിപ്പിക്കുകയാണ്. എന്തിന്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അള്ളാഹു അവസരം തരാണ്. അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുക, ഖബൂലിയത്ത് അള്ളാഹു തരട്ടെ എന്ന് ദുആ ചെയ്യുക. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാണ്? ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടീൻ്റെ കല്യാണമല്ല പോയി നടക്കുന്നത്, വേണ്ട പരിപാടി നമുക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇവർക്ക് പെരയിൽ നിർത്തി കൊടുക്കാൻ പൈസ അവരുടെ കയ്യിലില്ല, നമ്മൾ തന്നെ കൊടുക്കണം. അതുകൊണ്ട് 2000 കൊടുത്താൽ കുഴപ്പമില്ല എന്നല്ലോ ഒന്ന് കൈപ്പൊക്കിയാട്ടെ. ഒന്ന് ഏകദേശം കണക്ക് കിട്ടാനാ ഒന്ന്. അത്രേ ഉള്ളൂ. ഇത് കാസർഗോഡ് തന്നെയാണോ? കാസർഗോഡ് തന്നെയാണോ ഇത്? ഒന്ന് ആഞ്ഞ കൈപ്പൊക്കിയാട്ടെ, ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പൊങ്ങട്ടെ, ബിസ്മില്ലാ. പൊക്കിക്കോളി, അതിനൊന്നൊരു കുഴപ്പമില്ല. അതൊന്നും ഒരു അഹങ്കാരം വരില്ല അതിലൊന്നും. അത്ര തന്നെ ഉള്ളൂ. ഉണ്ട് മാഷാ അല്ലാഹ്. അവരൊക്കെ ഷാർജക്കാരാണ്, കാസർഗോഡ്. അപ്പോൾ 1000-ൻ്റെ നോട്ടില്ലാത്തതുകൊണ്ടായി പറഞ്ഞത്. അപ്പോൾ 500 ഉണ്ടല്ലോ, 500 ചില്ലറ കൊടുക്കാൻ വേണ്ടേ? അപ്പോൾ ചില്ലറ കിട്ടാത്തൊരു സാധനം ഇതല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ. എന്തിനാ അപ്പോൾ പറഞ്ഞതെന്നറിയോ? അപ്പോൾ നമ്മൾ നോക്കട്ടെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണത്. വേറെ തുടരല്ലേ? അതിനൊക്കെ ഒരു ടെക്നിക്ക് ചോദിച്ചാൽ നിങ്ങൾ 5000 വരെ കൊടുക്കും, എനിക്കറിയാം. ചോദിക്കണവരാണ് ചോദിച്ചാൽ തരുന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ ചോദ്യം മോശമായി നിങ്ങൾ കൊടുക്കാണ്ടിരിക്കേണ്ട. ഏറെയും കൊടുക്കുക, അതിൽ കുറച്ചും കൊടുക്കുക. ഒരു ഏകദേശം ഞാൻ തോന്നി അങ്ങനെ എല്ലാവരും ഉണ്ടാർപ്പിച്ചെടുക്കുകയാണെങ്കിൽ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമളാനല്ലേ, അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു സലാമത്താക്കി തരട്ടെ. ഒരുപാട് ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള
പ്രാർത്ഥന അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി കണ്ണുനീരുകൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് നല്ല ഒരു ദാനധർമ്മം നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ അതിനൊക്കെ ഉത്തരം അഹ്റാലിൽ ജവാബ്, അള്ളാഹു ഉത്തരം തരാൻ എളുപ്പമാണ്. അള്ളാഹു ജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആരും വിട്ടുപോകണ്ട. എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ബദ്റിന്റെ രംഗം പറയുന്നുണ്ട്. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹാബിമാരും ഗത്യന്തരമില്ലാതെ ശത്രുക്കളുടെ പരാക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പ്രതിരോധിക്കാൻ ചെന്ന പരിശുദ്ധമായ ബദറിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അല്ലാതെ ഒരു കുതിര സവാരിക്കാരൻ ഞങ്ങളിലില്ലായിരുന്നു. ആയുധം കൊണ്ടല്ല യുദ്ധജയമുണ്ടായത്, വിശ്വാസം കൊണ്ടാണ് എന്ന ഏറ്റവും വലിയ പാഠം അല്ലാഹു നൽകിയ ബദർ. മാ മിന്നാ ഫാരിസുൻ യൗമ ബദരിൻ ഗൈറ മിഖ്ദാദ്. മിഖ്ദാദ് എന്നവരല്ലാതെ ഞങ്ങളിൽ കുതിരസവാരി അറിയുന്ന ഒരു യോദ്ധാവില്ലായിരുന്നു. വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിം ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നോക്കുമ്പോൾ ബദർ യുദ്ധത്തിന്റെ തളർച്ചയിൽ, ക്ഷീണത്തിൽ, ആ സമയത്ത് അവിടത്തേക്ക് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ട്. രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. തലേന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഗൈറ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാന തഹ്ത അശ്ശജറ, ഒരു വൃക്ഷത്തിന്റെ താഴെ, യുസല്ലി വയർകഉ വയബ്കി ഹത്ത സ്വബാഹ്, നേരം പുലരുന്നത് വരേക്കും ആ വൃക്ഷത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിച്ചും റുകൂഇലും സുജൂദിലും കിടന്ന് ദുആ ചെയ്യുകയായിരുന്നു ഉമ്മത്തിന്റെ നായകർ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഉറങ്ങുകയായിരുന്നു, ഞങ്ങളൊക്കെ തളർന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഉറക്കത്തിലാണ്. പക്ഷേ ഒരാൾ മാത്രം ഉറങ്ങിയില്ല. ഞങ്ങളിൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി വിജയം തരണം റബ്ബേ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. ഒരു വൃക്ഷത്തിന്റെ താഴെ ചെന്നിട്ട് യുസല്ലി, നബി ദുആ നിസ്കരിക്കുന്നു. വയർകഉ റുകൂഇൽ, നബി തങ്ങൾ യബ്കി, കരയുന്നു. ഹത്ത സ്വബാ, നേരം പുലരുന്നത് വരെ ഹബീബ് പ്രാർത്ഥനയിലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ നബി തങ്ങൾ അല്ലാഹുവിന്റെ വിധേയത്വമാണ്, ഇബാദത്താണ് കാണിക്കുന്നത്. ഉബൂദിയത്താണ് ഇബാദത്ത്. അടിമത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമസ്ഥനായ അല്ലാഹു എന്ത് പറയുന്നുവോ ചോദ്യമില്ലവിടെ, പറയുന്നതനുസരിച്ചു. അതാണ് ഇബാദത്ത്, അതാണ് അബ്ദാകുന്നത്. അവിടെ ചോദ്യമില്ല. ഉടമസ്ഥന് പറയാം തൻ്റെ അടിമയോട് ഈ ബിൽഡിങ്ങിന്റെ അടുത്ത് മാറ്റിവെക്ക് എന്ന്. അടിമക്ക് പറഞ്ഞുകൂടാ, എന്നെ കൊണ്ടാവില്ല എന്ന്. എന്തിനെന്ന് ചോദിച്ചുകൂടാ. പണിയെടുക്കണം, കഴിയുന്ന പോലെ അധ്വാനിക്കണം. മല മറിക്കണം എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക തന്നെ കഴിയില്ല. എന്തിന് ഞാനിത് ചെയ്യണം? ചോദ്യമില്ല. അപ്പോഴാണ് അബദാകുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലിൽ നീര് വീർക്കുന്നവരെ നിസ്കരിക്കുകയും അള്ളാഹുവിന് ഷാക്കിറായ ഷക്കൂറായ ഒരടിമയാവണ്ടയോ എന്ന് ചിന്തിക്കുകയും ചെയ്ത് ബദർ യുദ്ധം നടക്കുമ്പോൾ വൃക്ഷത്തിന്റെ താഴെ ചെന്ന് പാതിരാത്രി മുഴുവനും ഇബാദത്തിലും ദുആയിലും കരഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഒരു മദ്ഹിന്റെ മഖാമിൽ പറഞ്ഞത് അബ്ദ് എന്നായിരുന്നു. അല്ലാഹു നബിയെ പറ്റി പുകഴ്ത്തി പറയുന്ന ഒരു സ്ഥലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലാഹു ഹബീബിന്റെ അഹ്ലൽ അസ്മാ, നബിയുടെ ഏറ്റവും മനോഹരമായ പേരുകളുണ്ട്. അതൊന്നും വിളിക്കാതെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേര് വിളിച്ചത് ബിഅബ്ദിഹി. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാന, മഹോന്നതനാണ് തമ്പുരാൻ. അള്ളാഹുവിൻ്റെ കഴിവുകൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾക്ക് അതീതമാണ്. നിങ്ങളുടെ സെൻസറി ഫാക്കറ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്തതിനപ്പുറമാണ്. അള്ളാഹുവാണല്ലോ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസന്, തൻ്റെ അടിമയെ ഇസ്രാ ചെയ്തത് അള്ളാഹുവാണ്, മഹോന്നതനാണ്. ഇസ്രായിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബിനബിയിഹി എന്നല്ല, ബിറസൂലിഹി എന്നല്ല, ബിഅബ്ദിഹി,
തൻ്റെ അടിമയെ അള്ളാഹുവിന് വിധേയത്വം ചെയ്യുന്ന ഹബീബിനെ കൊണ്ടുപോയി എന്ന് ഹബീബിനെ പുകഴ്ത്തി പറയുന്ന സ്ഥലത്ത് അള്ളാഹു ഉപയോഗിച്ച വാക്ക് അബ്ദ് എന്നാണ്, അടിമ.